മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഡയറക്റ്റ് ആൻഡ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്കിവിടെ രണ്ട് ബോക്സസ് തന്നിട്ടുണ്ട്. ഒന്നില് ലിസ്റ്റ് 1 റിയാക്ഷന്റെ പേര് തന്നിട്ടുണ്ട്, ലിസ്റ്റ് 2 തന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഓരോ റിയാക്ഷൻ, ഇതിൽ ഒരു സാധനം പോലും, ഒരു റിയേജന്റ് പോലും ഔട്ട് ഓഫ് NCERT ചോദിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ ക്വസ്റ്റ്യനിൽ ഒരു ആംബിഗസ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ട്, അത് ഞാൻ പറയാം. അതെങ്ങനെയാണ് IIT കാൺപൂർ അതിനെ ഡീൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഞാൻ ആകാംക്ഷയോടെ നോക്കി കാണുന്നുണ്ട്. സോ എന്തായാലും നമുക്ക് അതൊന്ന് അസസ് ചെയ്യാം. അത് വരുന്നത് ഇവിടെയാണ്, ഈ SO2Cl2ന്റെ കേസിലാണ് ആ പ്രശ്നമുള്ളത്. നമുക്കതൊന്ന് നോക്കാം, ഞാൻ അവിടെ എത്തിയിട്ട് പറയാം. സോ ഫസ്റ്റ് നിങ്ങൾ നോക്കൂ, ഇതെന്താ സാധനം? ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ഇറ്റാഡ് റിയാക്ഷൻ അല്ലേ. ഇറ്റാഡ് റിയാക്ഷൻ ആണ്. ക്രോമൈൽ ക്ലോറൈഡ് ഇൻ കാർബൺ ഡൈസൾഫൈഡ് സോൾവെന്റ് എടുത്തിട്ടുണ്ട്, പിന്നെ ഹൈഡ്രോളിസിസ് നടത്തിയാൽ നമുക്കറിയാം അവിടെ എന്താ കിട്ടുക, നമുക്ക് ബെൻസാൽഡിഹൈഡ് കിട്ടി. അപ്പൊ എനിക്കിവിടെ ബെൻസാൽഡിഹൈഡ് കിട്ടി. അടുത്തത് എന്താ? അടുത്തത് ബെൻസോയിക് ആസിഡ്. ബെൻസോയിക് ആസിഡിനെ നിങ്ങൾ PCl5 വെച്ച് ട്രീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? ബെൻസോയിക് ആസിഡിനെ PCl5 വെച്ച് ട്രീറ്റ് ചെയ്താൽ നമുക്കത് COCl ആവും. COCl കിട്ടി. പിന്നെ NH3 വരുമ്പോൾ CONH2 ആയി. ഇനി എന്താണ്? P4O10 എന്താണ്? ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആണ്, സ്ട്രോങ് ഹീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് എന്തായിട്ട് മാറി? ഇത് സയനോബെൻസീൻ ആയിട്ട് മാറി, CN ആയി. H2 ഇവിടുന്ന് റിമൂവ് ചെയ്ത് പോയി, ഇത് H2 ഇവിടുന്ന് OU റിമൂവ് ചെയ്ത് പോയി, അവിടെ എന്തായി? സയനൈഡ് ആയിട്ട് മാറി. ഇനി അടുത്ത എന്താ? നൈട്രോബെൻസീൻ. നൈട്രോബെൻസീൻ FeHCl കൊടുത്താൽ നമുക്കറിയാം അനിലിൻ ആയിട്ട് മാറും. അനിലിന് ശേഷം അത് എന്തായിട്ടുണ്ട്? ഡൈസോട്ടൈസേഷൻ ചെയ്തിട്ടുണ്ട്. ഡൈസോണിയം ക്ലോറൈഡിനെ നിങ്ങൾ വാട്ടർ വെച്ച് ട്രീറ്റ് ചെയ്താൽ എന്തായിട്ട് മാറും? അത് ഫിനോൾ ആയിട്ട് മാറും. സോ ഫൈനലി നമുക്ക് അവിടെ ഫിനോൾ കിട്ടും. ഇനി ഇവിടെ ടൊളുയിൻ കൊടുത്തിട്ടുണ്ട്, Cl2HNU ടോളൻസ് റിയേജന്റ്. Cl2HNU ആയതുകൊണ്ട് അത് ഈ 3 ഹൈഡ്രജനെ, ടൊളുയിലെ 3 ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് CCl3 ആവാം, അല്ലെങ്കിൽ 2 ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് CCl2 ആവാം, അല്ലെങ്കിൽ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് 3 ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് CCl3 ആവാം, ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് CHCl2 ആവാം, 2 ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് CHCl2 ആവാം. മറ്റേത് CH2Cl, ഇത് CHCl2. സോ ഇതിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഇവിടെ ഹൈഡ്രോളിസിന് ശേഷം കിട്ടുന്ന ആള് ബെൻസാൽഡിഹൈഡ് ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. എന്താ കാരണം? കാരണം അടുത്തത് ടോളൻസ് റിയേജന്റ് ആണല്ലോ. അതുകൊണ്ട് ഇവിടെ CHCl2 ആണ് വരിക. അപ്പൊ ആ CHCl2 വന്നു കഴിഞ്ഞാൽ ഹൈഡ്രോളിസിസ് നടത്തിയാൽ ഇത് ബെൻസാൽഡിഹൈഡ് ആയി. ബെൻസാൽഡിഹൈഡ് ടോളൻസ് റിയേജന്റ് കൊടുത്താൽ അതെന്തായി മാറി? അത് കാർബോക്സിലിക് ആസിഡ് ആയി. ഇവിടെയാണ് പ്രശ്നം. ഈ കാർബോക്സിലിക് ആസിഡിനെ SO2Cl2 ആയിട്ടുള്ള ഒരു റിയാക്ഷൻസും നിങ്ങൾക്ക് ഒരു ബുക്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. നിങ്ങൾ ഒരു റിസർച്ച് പേപ്പേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും കാർബോക്സിലിക് ആസിഡും SO2Cl2 ആയിട്ട് റിയാക്ഷൻ കാണാൻ കഴിയില്ല. സോ ദിസ് വിൽ ബി ടൈപ്പിംഗ് എറർ ആയിരിക്കാം, അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ നമ്മളിപ്പോൾ ടീച്ചേഴ്സ് റിയേജന്റ് എഴുതുമ്പോൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ വന്നു പോയതായിരിക്കാം. ഇവിടെ കൊടുത്തത് SO2Cl2 സൾഫ്യൂറൈൽ ക്ലോറൈഡ് ആണ്, കൊടുക്കേണ്ടിയിരുന്നത് തൈനിൽ ക്ലോറൈഡ് ആണ്. ഓക്കെ, കാരണം ഇത് തൈനിൽ ക്ലോറൈഡ് മാത്രമായിട്ടാണ് ഈ COH റിയാക്ട് ചെയ്ത് അവിടെ OHനെ റീപ്ലേസ് ചെയ്ത് Cl വരുള്ളൂ. അവർ ഉദ്ദേശിച്ച റിയാക്ഷൻ അതാണ്, കാരണം അടുത്ത അമോണിയാണ്, അപ്പൊ അവിടെ അമൈഡ് കിട്ടണം, അതാണ് അവർ ഉദ്ദേശിച്ചത്. പക്ഷെ അതൊരിക്കലും സൾഫ്യൂറൈൽ ക്ലോറൈഡ് വെച്ച് കിട്ടില്ല. ഓക്കെ, സോ ദാറ്റ് ഇസ് എ കോൺട്രവേഴ്സി. ഇവിടെ ഉള്ള ഒരു കോൺട്രവേഴ്സി അതാണ്. സോ ഈ സാധനം ബേസിക്കലി ഇത് എന്താവണം? ഇത് SOCl2 ആവണം. സോ ഞാൻ ആ കറക്ഷൻ ഇവിടെ വരുത്താണ്. വി ആർ ഈഗർലി വെയിറ്റിംഗ് ഫോർ ദ റെസ്പോൺസ് ഓഫ് IIT കാൺപൂർ. ഓക്കെ, അപ്പൊ SOCl2 ആയിട്ട് കൊടുക്കണം. അപ്പൊ ഇതെന്തായി? ഇവിടെ നമുക്ക് COCl കിട്ടും. ഇനി അടുത്ത എന്താ? NH3 പാസ് ചെയ്യുമ്പോൾ ദിസ് ബിക്കംസ് എൻ അമൈഡ്. അപ്പൊ ഇവിടെ ഫൈനലി എനിക്ക് കിട്ടുക എന്താണ്? അമൈഡ് കിട്ടുക, CONH2. ലാസ്റ്റ് നോക്കുക, അനിലിൻ. അനിലിനെ നമ്മൾ ഇതെന്ത് ചെയ്യുന്നുണ്ട്? ആൻഹൈഡ്രൈഡ് ആണ്. നമുക്കറിയാം അനിലിനെ ആൻഹൈഡ്രൈഡ് വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ NHOCOCH3 ആവും. എസൈലേഷൻ അല്ലെ, എസൈലേഷൻ ചെയ്യുന്നു, എന്നിട്ട് നൈട്രേഷൻ ചെയ്യുന്നു. അപ്പൊ എസൈലേഷൻ ചെയ്തിട്ട് നൈട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? ഒന്നും സംഭവിക്കില്ല. അവിടെ പാരാ പൊസിഷനിൽ മാത്രം അറ്റാച്ച്മെന്റ് വരും അല്ലെ. OCOCH3 വന്നു. ഇനി പാരാ പൊസിഷനിൽ NHOCOCH3, NHOCOCH3. ഇനി അടുത്ത പാരാ പൊസിഷനിൽ NO2 വരുന്നു. എന്നിട്ട് ഹൈഡ്രോളൈസ് മീൻസ് ആൽക്കലൈൻ ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ ഇവിടെ എന്തായി? അത് തിരിച്ച് NH2 ആയി, പാരാ പൊസിഷനിൽ NO2 ആയി. ഓക്കെ, സോ ഇതാണ് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റുകൾ. ഇനി ഈ പ്രൊഡക്റ്റുകൾ ഏതൊക്കെ റിയാക്ഷൻ അണ്ടർഗോ ചെയ്യും അത് മാച്ച് ചെയ്യണം. ഇപ്പൊ നോക്കൂ, നമുക്ക് ഇപ്പൊ CONH2 എമൈഡ് നടത്തുന്ന ഒരു മേജർ റിയാക്ഷൻ ആണ് ഹോഫ്മാൻ ബ്രോമൈഡ് ഡീഗ്രഡേഷൻ. നമുക്ക് പെട്ടെന്ന് തന്നെ സ്പോട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ കാനിസാരോ റിയാക്ഷൻ, ബെൻസാൽഡിഹൈഡ് നടത്തുന്ന റിയാക്ഷൻ ആണ് കാനിസാരോ റിയാക്ഷൻ അല്ലെ. അപ്പൊ നമുക്ക് അവിടെ എസിനെ 1 ആയിട്ട് മാച്ച് ചെയ്യാം, S1 ആയിട്ട് മാച്ച് ചെയ്യാം. ഹോഫ്മാൻ ബ്രോമൈഡ് ഡീഗ്രഡേഷൻ നിങ്ങൾക്ക് അമൈഡുമായിട്ട് മാച്ച് ചെയ്യാം, അപ്പൊ R4 ആയിട്ട് മാച്ച് ചെയ്യാം.
ഓക്കെ. നെക്സ്റ്റ് സ്റ്റീഫൻ റിയാക്ഷൻ ഉണ്ട്. സ്റ്റീഫൻ സയനൈഡിന്റെ റിയാക്ഷൻ ആണ്. ഇപ്പൊ സ്റ്റീഫൻ റിയാക്ഷൻ പീനെ നിങ്ങൾക്ക് ആരായിട്ട് കണക്ട് ചെയ്യാം? 2 ആയിട്ട് കണക്ട് ചെയ്യാം. പീനെ നിങ്ങൾക്ക് 2 ആയിട്ട് കണക്ട് ചെയ്യാം. ക്യൂ സാൻമെയർ റിയാക്ഷൻ. സാൻമെയർ റിയാക്ഷനിൽ ഫിനോൾ ആണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. അപ്പം ക്യൂനെ നിങ്ങൾക്ക് 3 ആയിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ. സോ എന്താ ആൻസർ വരേണ്ടത്? P2, Q3, R4 and S1. P2, Q3, R4, S1. P2, Q3, R4, S1. Option B is the right answer.